നിങ്ങളുടെ സ്വന്തം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറാവാൻ പോയ എനിക്ക് ഒരുപാട് അലച്ചിലുകൾക്കും അവഹേളനകൾക്കും ഇടയിൽ ഊഴമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇല്ലിക്കാട് ജല്ലക്കാറ്റും എന്ന് പറഞ്ഞ് മുടങ്ങിപ്പോയ സിനിമ മുതൽ എനിക്ക് കിട്ടിയ ചില അവസരങ്ങളെപ്പറ്റി ആലോചിച്ചാൽ എനിക്ക് വളരെ സംതൃപ്തി തോന്നുന്ന കാര്യമാണ്. അതിലൊന്നാണ് ജെ.സി. സാർ സംവിധാനം ചെയ്ത പുറപ്പാടിൽ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറാവാൻ കഴിഞ്ഞ ഭാഗ്യം. അതിന് ഞാൻ ഭാഗ്യമായിട്ടാണ് കരുതാറ്. കാരണം 4 അസിസ്റ്റൻ്റ് ഡയറക്ടർമാരും അസോസിയേറ്റ് ഡയറക്ടറും ഒക്കെ ആയ ശേഷം വളരെ വൈകിയാണ് ഞാൻ പുറപ്പാടിലൊരു അവസരം കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നത്. ജെ.സി. സാറിൻ്റെ അനുജനാണ് വാർത്താ പ്രചരണം PRO പണി നടത്തുന്ന ലേഔട്ട് എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്ന എബ്രഹാം ലിങ്കൻ. ലിങ്കനും ഞാനും നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞാൻ ലിങ്കനോട് ചോദിച്ചു, ഈ പുറപ്പാടിലൊരു അസിസ്റ്റൻ്റ് ഡയറക്ടറാവാനുള്ള എന്തെങ്കിലും അവസരം കിട്ടുമോ? എന്നെ പറഞ്ഞു, ദിനേശ് അത് ഏറെക്കുറെ എല്ലാവരും ആയി എന്നാണ് തോന്നണേ. പിന്നെ ഞാൻ ഈ കാര്യങ്ങളൊന്നും ചേട്ടനോട് സംസാരിക്കാറുമില്ല. ചേട്ടൻ അതിനുള്ള സമയം തരാറില്ല. എന്നാലും ഒരു കാര്യം ചെയ്യും, എറണാകുളം നോർത്തിൽ അയ്യപ്പൻകാവിലാണ് ചേട്ടൻ്റെ വീട്, ഷീലകം. ദിനേശ് അവിടെ വാ, വന്ന് ചേട്ടനൊന്ന് കാണും, ബാക്കി ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ഞാനെങ്ങനെ പോയി കാണും? അപ്പോയിൻറ്റ് വാങ്ങണ്ടേ? അപ്പോൾ എനിക്ക് അഡ്രസ്സ് ഒന്നുമില്ല. ലിങ്കൻ എന്നിട്ട് പറഞ്ഞു, ദിനേശ് ഒരു കാര്യം ചെയ്യും, ആദ്യം ചേട്ടനൊരു കത്തിട്, ആ കത്തിന് മറുപടി വരുമ്പോൾ നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ ഞാൻ സാറിനൊരു കത്തിട്ടു. ഞാനിങ്ങനെ സിനിമാ പത്രപ്രവർത്തകനാണ്, ഇത്ര വർഷമായിട്ട് സിനിമാ പത്രപ്രവർത്തന രംഗത്തുണ്ട്, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയും പുരോഗമന കലാസാഹിത്യത്തിൻ്റെയും തെരുവ് നാടകങ്ങളിലെ നടനാണ്. പിന്നെ ഹരികുമാറിൻ്റെ കൂടെ ഇല്ലിക്കാടും ജല്ലക്കാറ്റും ഊഴമൊക്കെ വർക്ക് ചെയ്തു, ജീവിതം രാഗം വർക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇട്ടു. സാറിൻ്റെ ഈ പടത്തിൽ ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ചെയ്യുന്ന സിനിമയിൽ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ക്ലാപ്പ് കാണിക്കുകയാണെങ്കിൽ എന്നെക്കൂടെ സഹകരിപ്പിക്കണം എന്നുള്ള കത്തിട്ടു. ആ കത്തെന്തോ വായിച്ചപ്പോൾ സാറിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്നെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ സാറിന് നിങ്ങൾ ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല, നല്ല ക്രീം കളറുള്ള ജുബയും നല്ല ചുവന്നയിലോ അല്ലെങ്കിൽ കറുപ്പിലോ ഒക്കെ ഉള്ള ചെറിയ കരയുള്ള മുണ്ട് കൊടുക്കുന്ന നൂല് പോലെയുള്ള വലിയ സ്വർണ്ണമാല ഇടുന്ന ഒരു ആളാണ്. അപ്പോൾ സാറിനെ ഒന്ന് പ്രീതിപ്പെടുത്താനായിട്ട് ഞാനും തിരുവനന്തപുരത്ത് നിന്ന് പോയത് പാൻസൊന്നും ഇട്ടിട്ടല്ല, മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് പോയി. ഒരു വെള്ള ഉടുപ്പും ചുവന്നരയുള്ളൊരു മുണ്ടൊക്കെ കൊടുത്ത് വീട്ടിൽ ചെന്ന് കണ്ടു. എൻ്റെ ഒരു അരമണിക്കൂർ സംസാരത്തിനിടയിൽ തന്നെ ഫിക്സ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആ പുറപ്പാടി വർക്ക് ചെയ്യാൻ പോയി. ഇപ്പോൾ പുറപ്പാടിനെ കുറിച്ച് ഞാൻ ഓർത്തത്, ആ പുറപ്പാടിൻ്റെ മേക്കപ്പ് മാൻ മലയാള സിനിമയുടെ പ്രശസ്തരായ മേക്കപ്പ് മാൻമാരിൽ ഒരാളാണ് KV ഭാസ്കരൻ. ഭാസ്കരേട്ടൻ മലയാള സിനിമയിലെ ടേണിംഗ് പോയിൻ്റുള്ള എല്ലാ സിനിമയും, ഇപ്പോൾ അരനാഴി നേരത്തിലെ കുഞ്ഞനച്ഛനായി കൊട്ടാരക്കര ശ്രീധരനാരെയൊക്കെ മേക്കപ്പ് ചെയ്തത്. ഇന്നത്തെ ആധുനിക മേക്കപ്പ് സങ്കേതങ്ങളൊന്നുമില്ലല്ലോ, ലാറ്റക്സോ അതുപോലുള്ള ഒന്നുമില്ലല്ലോ. പക്ഷേ നമ്മളിപ്പോഴും അരനാഴി നേരത്തിലെ കുഞ്ഞനച്ഛനെ എടുത്ത് നോക്കിയാൽ എന്തൊക്കെയോ മറിമായങ്ങൾ ചെയ്ത് ആ മനുഷ്യനെ കൊട്ടാരക്കര ആകാര സൗഷ്ഠവമുള്ള കൊട്ടാരക്കര ശ്രീധരൻ നായരെ വയസ്സനാക്കിയിരിക്കുന്നതൊക്കെ വളരെ വിദഗ്ധമായിട്ടാണ്. കറുപ്പ് തിന്നുന്ന ക്യാരക്ടറാണ് ഈ കുഞ്ഞനച്ഛൻ. ആ ക്യാരക്ടറിൻ്റെ ഇവിടെ മുറുക്കി ചോപ്പിച്ച് അതൊക്കെ മേക്കപ്പിൽ അനന്തമായ അത്ഭുതപൂർവമായ മേക്കപ്പ് ചെയ്ത ആളാണ് ഭാസ്കരേട്ടൻ. ഭാസ്കരേട്ടൻ അതുപോലെ മലയാളത്തിലെ നോട്ടബിളായ എല്ലാ സിനിമയും ചെയ്തത് KV ഭാസ്കരനാണ്. ഭാസ്കരേട്ടൻ അഹങ്കാരത്തോടെ പറയുമായിരുന്നു, അഭിമാനത്തോടെയും അഹങ്കാരത്തോടെയും പറയുമായിരുന്നു, AC ബെഡ്റൂമുള്ള മലയാള സിനിമയിൽ ഒരൊറ്റ മേക്കപ്പ് മാനുള്ളത് ഞാനാ എന്ന് പറയുമായിരുന്നു വീട്ടിൽ. അത്രയും വലിയ വീടൊക്കെ വെച്ച് മദ്രാസിൽ രാജാവായി ജീവിച്ച ആളാണ് ഭാസ്കരേട്ടൻ. ഭാസ്കരേട്ടനാണ് പുറപ്പാടിൻ്റെ മേക്കപ്പ് മാൻ. ജെ.സി. സാറിൻ്റെ മനസ്സിൽ പട്ടണം റഷീദിനെ മേക്കപ്പ് മാൻ ആക്കണമെന്നായിരുന്നു. പക്ഷേ മദ്രാസിലെ പാങ്ക്രോവിൽ ചെന്ന് താമസിച്ച് റെക്കോർഡിങ്ങുമായൊക്കെ ബന്ധപ്പെട്ട് സാറ് താമസിക്കുമ്പോൾ സാറിനെ ഭാസ്കരേട്ടൻ വന്ന് കാണുകയും, ഭാസ്കരേട്ടൻ ജെ.സി. സാറിനെ മേക്കപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ജെ.സി. സാറ് നടനായിരുന്ന കാലത്ത് മേക്കപ്പ് ചെയ്തിട്ടുള്ളൊരു മനുഷ്യൻ വന്ന് എനിക്ക് ഈ പടം വർക്ക് ചെയ്യണം ജെ.സി. എന്ന് പറഞ്ഞപ്പോൾ സാറിന് അത് നോ പറയാൻ പറ്റിയില്ല. അങ്ങനെ ഭാസ്കരേട്ടനെ വെച്ചതാണ്. ഭാസ്കരേട്ടനെ വെച്ച കൂട്ടത്തിൽ ഭാസ്കരേട്ടനോടൊരു സജഷൻ പറഞ്ഞു, ഇത് 10-40 ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന പടമല്ലേ, 500-600 ജൂനിയർ ആർട്ടിസ്റ്റുകളുള്ള പടമല്ലേ, ഒരുപാട് മേക്കപ്പിന് ഒരുപാട് പണിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ അസിസ്റ്റൻ്റായിട്ട് ആ ചെറുപ്പക്കാരനായ പട്ടണം റഷീദിനെ കൂടെ വയ്ക്കണം എന്ന് പറഞ്ഞു. അതിനെന്താ വയ്ക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ
പട്ടണം റഷീദിനെ ഒന്നും ഉൾക്കൊള്ളാൻ ഭാസ്കരേട്ടനെ പോലുള്ളവർക്ക് കഴിയില്ല. കാരണം പട്ടണം റഷീദ് പുതിയ മേക്കപ്പ് സങ്കേതങ്ങളുമായി പെട്ടെന്ന് വളർന്ന് പ്രശസ്തനായ ആളാണ്. അപ്പോൾ റഷീദിനെ പോലെ ഒരു പുതിയ ആളിനെ ഞാൻ മേക്കപ്പ് ചെയ്യുന്ന പടത്തിൽ വെച്ചാൽ അവൻ എന്നെ വിഴുങ്ങുമോ എന്ന് സ്വാഭാവികമായിട്ട് എനിക്കായാലും നിങ്ങൾക്കായാലും സംശയം തോന്നാം. ഭാസ്കരേട്ടനും തോന്നി. അതുകൊണ്ട് ഭാസ്കരേട്ടൻ പതുക്കെ റഷീദിനെ അങ്ങ് ചവിട്ടി താഴ്ത്തി വച്ചില്ല. പകരം മദ്രാസിൽ നിന്ന് 4-5 അസിസ്റ്റൻറ്റുമാരും 3-4 ഹെയർ ഡ്രസ്സർമാരും ഒക്കെ ആയിട്ട് ഭാസ്കരേട്ടൻ മൂലമറ്റത്തെ ലൊക്കേഷനിലെത്തി. അപ്പോൾ റഷീദില്ലേ എന്ന് ചോദിച്ചപ്പം ജെ.സി. സാറിന് കൃത്യമായ മറുപടി ഒന്നും ഭാസ്കരേട്ടൻ കൊടുത്തില്ല. ഷൂട്ടിംഗ് തുടങ്ങി. പുറപ്പാട് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. തെക്കുറിശി മാവന് വലിയ വെള്ള പഞ്ഞി പോലത്തെ താടിയും പഞ്ഞി പോലത്തെ മുടിയൊക്കെ വെച്ചിട്ട് പുള്ളി ജഗതിച്ചേട്ടന് ഇങ്ങനെ ഇവിടെ നടുക്കൂടെ വകഞ്ഞ് മാറ്റിയ മുടി, അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചമയമൊക്കെ ചെയ്ത് എല്ലാ പേർക്കും മേക്കപ്പൊക്കെ ചെയ്ത് ഷൂട്ടിംഗ് തുടങ്ങി. പുറപ്പാട് മൂലമറ്റത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ മമ്മൂട്ടി തിരുവനന്തപുരത്ത് മതിലുകൾ എന്ന് പറഞ്ഞ പടം അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടത്തിൽ അഭിനയിക്കുക. അടൂർ ഗോപാലകൃഷ്ണ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ തുള്ളിക്കൊരു കുടം മഴ, പേവാരി പെയ്യുന്ന മഴയാണ് തിരുവനന്തപുരത്തല്ല, ആൾ കേരള. പുറപ്പാടിലെ ഒരു പാട്ട് അന്നലൂഞ്ഞാലെന്ന് പറഞ്ഞ പാട്ടിനെ ഞങ്ങൾ മഴപ്പാട്ടെന്നാണ് പറയാറ്. കാരണം പകൽ മുഴുവൻ നല്ല വെയിലത്ത് ഷൂട്ട് ചെയ്തിട്ട് രാത്രി എവിടെയെങ്കിലും ഒരു ടെൻറ്റൊക്കെ അടിച്ച് ഈ അന്നലൂഞ്ഞാലെന്ന് പറഞ്ഞ പാട്ട് എടുക്കാൻ തുടങ്ങുമ്പോൾ മഴ പെയ്യും, വാരി കെട്ടിക്കൊണ്ട് പോകും. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ പകൽ മുഴുവൻ വെയിലത്ത് ഷൂട്ടിങ് കഴിഞ്ഞ് രാത്രി ടെൻറ്റൊക്കെ ഇട്ട് വേറൊരു സ്ഥലത്ത് ടെൻറ്റൊക്കെ ഇട്ട് വരുമ്പോഴേക്കും മഴ പെയ്യും. അങ്ങനെ ഇതിനെ മഴപ്പാട്ട് എടുക്കാമോ എന്നാണ് പിന്നെ എല്ലാവരും ചോദിക്കുന്നത്. ഇന്ന് മഴപ്പാട്ടുണ്ടോ ഷൂട്ടിങ് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ മഴ പെയ്യുന്ന കാലമായിരുന്നു. തിരുവനന്തപുരത്ത് മതിലുകളുടെ ഷൂട്ടിംഗ് നീണ്ടു പോയി. കാരണം വലിയ സെൻട്രൽ ജയിലിൻ്റെ മതിൽ കെട്ടി ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ മതിലിടിഞ്ഞ് വീണു. മഴ തോർന്ന ശേഷം 2 ദിവസം 3 ദിവസം വെയിറ്റ് ചെയ്ത് വീണ്ടും മതിൽ കെട്ടി ഷൂട്ട് ചെയ്യും, മഴ പെയ്യും, മതിലിടിഞ്ഞ് വീഴും. അങ്ങനെ മതിലുകൾ നീണ്ടു പോയി ഷൂട്ടിങ്. അങ്ങനെ ഓരോ ദിവസവും മമ്മൂട്ടി വരുന്ന ദിവസം നീണ്ടു പോവുകയാണ്. ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഞങ്ങളതൊന്നും നോക്കാൻ പോയില്ല. ഞങ്ങൾ ഈ യാത്രയും ഈ 10-20 കാളവണ്ടികളിൽ ആയിരക്കണക്കിന് ആളുകൾ യാത്രയൊക്കെ ഷൂട്ട് ചെയ്ത് മലമടക്കുകളിലൂടെയൊക്കെ പോകുന്നതും മല കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ ഷൂട്ട് ചെയ്ത് പാട്ടുകളെടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്തെടുത്ത് നീട്ടിക്കൊണ്ട് പോയി. പ്രധാന മേജർ സീനുകളൊക്കെ മമ്മൂട്ടി പറഞ്ഞവരെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്ത് പോയി. അങ്ങനെ പോയി ചിത്രീകരണം തുടങ്ങി 14-15 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു കാർ വന്ന് നിൽക്കുന്നു. ആ കാറിൽ നിന്ന് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങുന്നു. നോക്കുമ്പോൾ മമ്മൂക്കയാണ്. മതിലുകളിൽ വര പോലത്തെ മറ്റേ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മീശയൊക്കെ അല്ലേ വെച്ചിരുന്നത്, അതൊക്കെ എടുത്ത് ക്ലീൻ ഷേവൊക്കെ ചെയ്ത് മുടിയൊക്കെ ജയിലിൽ കിടന്ന ക്യാരക്ടറായിട്ട് മുടി വെട്ടിയ മുടിയൊക്കെ ആയിട്ട് നല്ല ചുള്ളം പയ്യനായിട്ട് മമ്മൂക്ക വന്നിറങ്ങി. ഞാനടക്കമുള്ളവരൊന്ന് ഏങ്ങി. കാരണം ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ പുറപ്പാടിലെ വിശ്വനാഥനാക്കണേ എങ്ങനെ? അപ്പോൾ ഞങ്ങളുടെ ഈ പുറപ്പാട് ഷൂട്ട് നടക്കുന്നതിനിടയിൽ ഉച്ചയ്ക്ക് ബ്രേക്ക് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നടീനടന്മാരിൽ ഷോട്ട് ഇല്ലാത്തവർ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് ഭാസ്കരേട്ടൻ വാചകം അടിക്കുന്നുണ്ട്. നല്ല ബഹുമാനമുള്ള ചെറുക്കനാണ് മമ്മൂട്ടി. അവൻ ആദ്യമായിട്ട് കുറി അടിച്ചത് ഞാനല്ലേ. ആ ബഹുമാനം ഇപ്പോഴും അവനുണ്ട്. അവനെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മമ്മൂക്ക ഇങ്ങനെ പറഞ്ഞ് കയറ്റാണ്. അപ്പോൾ കേൾക്കുമ്പോൾ അറിയാം തള്ളാണ്. അപ്പോൾ തെക്കുറിശി ബാബൻ പറയുന്നുണ്ട്. അപ്പോൾ തെക്കുറിശി ബാബു പറയും, ഭാസ്കരാ കൊട്ടാരക്കരയ്ക്ക് കുഞ്ഞനച്ചനായിട്ട് മേക്കപ്പ് ചെയ്ത കഥയും പറഞ്ഞുകൊണ്ടിരുന്നോ? അവൻ വന്നോട്ട് കേട്ടോ, നിന്നെ ലെഫ്റ്റ് റൈറ്റ് അടിക്കും അവൻ. ആര്? മമ്മൂട്ടിയാ? എന്നെയാ? അതും ഭയങ്കര ബഹുമാനമല്ലേ എന്നൊക്കെ പറഞ്ഞ് വായോടിച്ചിരുന്ന് ആട് പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞ പോലെ ഒരു ഉച്ചയ്ക്ക് പുലി വന്നിറങ്ങിയത്. വന്നു എല്ലാവരോടും കുശലങ്ങളൊക്കെ ചോദിച്ചു. എന്നൊക്കെ പറഞ്ഞ് വിഷൊക്കെ ചെയ്ത് ഊണൊക്കെ കഴിഞ്ഞ് മേക്കപ്പിനിരുന്നു. മേക്കപ്പ് തുടങ്ങി. മേക്കപ്പിൻ്റെ കിറ്റും സാധനങ്ങളൊക്കെ കൊണ്ട് നിരത്തി വെച്ചോടെ തന്നെ ഒരു പരിചയവും ഭാസ്കരേട്ടൻ ഇല്ലാത്ത പോലെ മസിൽ പിടിച്ചിരുന്നുകൊണ്ട് നമുക്ക് പറഞ്ഞു, ആ വിഗ് മീശയും കൊണ്ടുവാ നോക്കട്ടെ. വിഗ് കൊണ്ട് കാണിച്ചു. 2-3 വിഗ് കൊണ്ട് കാണിച്ചു. ഓരോ വിഗൊക്കെ ഇങ്ങനെ നോക്കി, ഇത് വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞാൽ ഒരു വിഗ് അങ്ങ് ഫിക്സ് ചെയ്തു. അത് തലയിലൊക്കെ വെച്ച് നോക്കി, കുഴപ്പമില്ല, ഇത് മതി. നല്ല വിഗുകളൊക്കെ ചെയ്യാൻ പഠിക്കണ്ടേ? ആ ബോംബെയിലൊക്കെ പോയി നല്ല വിഗുകൾ ഓർഡർ കൊടുക്കണ്ടേ? നിങ്ങൾ ഈ കോടമ്പൊക്കെ തിടന്ന് വിഗ് ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരേട്ടനെ വരട്ടുണ്ട്. ഭാസ്കരേട്ടൻ ഒരു അക്ഷരം മിണ്ടണില്ല, തവള വിഴുങ്ങിയ പാമ്പിനെ പോലെ ഇരിക്കുക. അപ്പോൾ ഇന്നലെ വരെ പറഞ്ഞാണ് അവൻ ബഹുമാനമുള്ളവനാണ്, അവൻ എന്നെ കണ്ടാൽ വരളൂ എന്നൊക്കെ പറഞ്ഞ ആളാണ്. ഇവിടെ പഞ്ചപുച്ഛ അടക്കി നിൽക്കുകയാണ് ഭാസ്കരേട്ടൻ. അപ്പോൾ തെക്കുറിശി വാഹനടക്കം എല്ലാവരും നോക്കിയിരിക്കുക ഇവിടെ എന്താ സംഭവിക്കാൻ പോണത്. നിങ്ങൾ ആ പട്ടണം റഷീദ് എന്ന് പറഞ്ഞ ചെറുക്കൻ ഇപ്പോൾ വയ്ക്കുന്ന വിഗുകളൊക്കെ നോക്കണം. അവൻ ബോംബെയിൽ നിന്നാണ് വരുത്തണേ. നിങ്ങളൊക്കെ ഇപ്പോഴും 60-ൽ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്തൊക്കെയോ തകർക്കുന്നുണ്ട്. ഭാസ്കരേട്ടൻ ഒന്നും മിണ്ടുന്നില്ല. വാ നിറച്ച് മുറുക്കാണ്ടേക്കുന്നുണ്ട്. ആ മുറുക്കാൻ്റെ രക്ഷയിൽ ഇങ്ങനെ മാത്രമേ ആക്കുന്നുള്ളൂ. അങ്ങനെ വിഗ് ഒക്കെ ആയി. അടുത്ത് മീശ കാണിക്കാൻ പറഞ്ഞു. മീശ കാണിക്കാൻ പറഞ്ഞപ്പം ടിന്നു തുറന്ന് മീശ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഭാസ്കരേട്ടൻ കാണിച്ചു. മീശ ഇങ്ങനെയാണ് കാണിക്കുന്നത്, കൈ ഇങ്ങനെ വിറയ്ക്കുക. അപ്പം മമ്മൂട്ടി
എനിക്ക് മീശ കാണാൻ പറ്റുന്നില്ല, ഇതാണ് മീശ, അല്ല ഇത് മീശയെന്ന് മനസ്സിലായി, പക്ഷേ കാണാൻ പറ്റുന്നില്ല, ഈ കൈ എന്താ ഇങ്ങനെ എന്നിട്ട് കൈ ഇങ്ങനെ വിറയ്ക്കുക ഭാസ്കരേട്ടൻ്റെ. അവസാനം ഇങ്ങനെ പിടിച്ചൊക്കെ വെച്ച് കൊടുത്ത് മീശ കാണിച്ചു. 2-3 മീശകൾ കാണിച്ചു. അവസാനം ഒരു മീശയിൽ ഈ സൈഡ് വെട്ടിക്കളയാനൊക്കെ പറഞ്ഞ് വെട്ടിക്കളഞ്ഞ് മീശ ഒട്ടിച്ചു. കുഴപ്പമില്ല, ഷൂട്ടിങ് തുടങ്ങി. അത് ഉച്ചയ്ക്ക് ശേഷമുള്ള ഷൂട്ടിങ് ഭംഗിയായിട്ട് നടന്നു. പിറ്റേ ദിവസവും ഭംഗിയായിട്ട് നടന്നു. അതിൻ്റെ പിറ്റേ ദിവസം 3-ാമത്തെ ദിവസം ഷൂട്ടിങ് ഉച്ചവരെ നടന്നു. ഉച്ചയ്ക്ക് ബ്രേക്കായപ്പോൾ ജനറേറ്ററെല്ലാം ഓഫായി. ബിഗൂരി ഭാസ്കരേട്ടന് കൊടുത്തു, മീശ ഊരി ഭാസ്കരേട്ടന് കൊടുത്തു. ബ്രേക്കായി. എല്ലാവരും ആഹാരം കഴിക്കാൻ പോയി. നമുക്ക് മറ്റ് നടന്മാരെല്ലാവരും ആഹാരം കഴിച്ചു, റെസ്റ്റ് എടുത്തു. അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഉറങ്ങി. എല്ലാം വന്ന് ജനറേറ്റർ സ്റ്റാർട്ടായി, ഷൂട്ടിങ് തുടങ്ങാനായി. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വിഗും മീശയൊക്കെ ഒട്ടിക്കുന്നില്ല, കൃഷിയപ്പൂവിനൊക്കെ വിഗൊക്കെ വെച്ചു. എല്ലാവരും വിഗെല്ലാം വെച്ച് അവസാനം ഉറങ്ങിക്കിടന്ന് മമ്മൂട്ടിയെ വിളിച്ചുണർത്തി. മമ്മൂട്ടിയുടെ തലയിലും വിഗ് വെച്ചു. വിഗ് വെച്ചിട്ട് മീശ എടുത്ത് ടിന്നിൽ മീശ നോക്കണം, മീശ കാണാനില്ല. ഈ ഉച്ചയ്ക്ക് ഊരി കൊടുത്ത മീശ കാണാനില്ല. ഭാസ്കരേട്ടൻ വെളി പറഞ്ഞില്ല. ഭാസ്കരേട്ടൻ അവിടെ മുഴുവൻ തപ്പാണ്, പെട്ടികളിലും ബാഗുകളിലൊക്കെ തപ്പാണ്, മീശ കാണാനില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ തപ്പണം, ആ മീശ എവിടെ എന്നിട്ട്. മീശ തരാമെന്ന്. മീശ എടുത്തുകൊണ്ട് വരൂ, എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം മീശ ഒട്ടിക്കുന്ന ഒരു ഗമ്മുണ്ട്. ആ ഗമ്മ് ഭയങ്കരമായിട്ട് നമ്മളെ തൊലിയിൽ ഇങ്ങനെ അള്ളിപ്പിടിക്കും. ആ ഗമ്മ് കൊണ്ട് തേച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക. മീശ കാണാനില്ല. നാട്ടുകാർ മുഴുവൻ അന്വേഷിക്കുകയാണ് മീശയില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഭാസ്കരേട്ടൻ എങ്ങനെയോ രഹസ്യമായി ജേസി സാറിൻ്റെ പറഞ്ഞു, ജേസി ഞാൻ ഉച്ചയ്ക്ക് ഊരിയ മീശയാണ്, ആ മീശ കാണാനില്ല എന്ന് പറഞ്ഞു. ജേസി സാർ ചോദിച്ചു, മീശ കാണാനില്ലേ, നിങ്ങൾ എന്ത് കാണിച്ചത് എന്ന് പറഞ്ഞു. ആകെ പ്രശ്നമായി. ജനറേറ്റർ ഓഫായി. ഷൂട്ടിങ്ങില്ല മീശയില്ലാതെ. അങ്ങനെ ആകെ പ്രശ്നമായി. അന്ന് സെൽഫോണൊന്നും ഇല്ലല്ലോ. വർക്കല മൂലമറ്റ IB എന്തോ ഫോൺ ചെയ്ത് പട്ടണ റഷീദിനോട് എറണാകുളത്തുനിന്ന് കയ്യിലുള്ള എല്ലാ മീശകളുമായിട്ട് വരാൻ വിളിച്ചു പറഞ്ഞു. റഷീദ് ഒരു ടാക്സിയിൽ കയ്യിലുള്ള എല്ലാ മീശകളും എടുത്തും കൊണ്ട് റഷീദ് തിരിച്ചു മൂലമറ്റത്തേക്ക്. പക്ഷേ അവിടെ നിന്ന് മൂലമറ്റം എത്തണമെങ്കിൽ പിന്നെയും വേണ്ടേ 3 മണിക്കൂറെന്തോ. റഷീദ് തിരിച്ചു. ഇവിടെ മമ്മൂക്ക ഭാസ്കരേട്ടനെ ലെഫ്റ്റ് റൈറ്റ് അടിക്കുകയാണ്. ആകെ പ്രശ്നമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ആരോ ഒരാൾ എൻ്റെ ഷോൾഡറിൽ ചൊറിഞ്ഞു. ഞങ്ങട്ടെന്ത് ഇങ്ങോട്ട് മീശ എന്ന് പറഞ്ഞു. ഞങ്ങട്ടെന്തേ മീശ എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ കാണുന്ന രംഗം മമ്മൂക്കയുടെ ചെരുപ്പിൻ്റെ അടിയിൽ മീശ ഇരിക്കുകയാണ്. ചെരുപ്പിൻ്റെ അടിയിൽ മീശ ഇങ്ങനെ ഇരിക്കുക. എങ്ങനെ എടുക്കും പറയാൻ പറ്റുമോ? അങ്ങനെ മുഖത്തൊട്ടിക്കേണ്ട മീശയില്ലേ അങ്ങനെ ചെരുപ്പിൻ്റെ അടി ഇരിക്കണേ. അവസാനം ഞാൻ ജേസി സാറിനോട് പറഞ്ഞു. അങ്ങനെ ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും മീശയെപ്പറ്റി നടക്കുകയാണ്. അങ്ങനെ രഹസ്യമായിട്ട് ഒരാൾ പതുക്കെ അവിടെ തറയിലിരുന്നിട്ട് ഇദ്ദേഹം കാലിങ്ങനെ ഇട്ടിരിക്കുന്ന ആട്ടിയിട്ടിരിക്കുക. അതിനിടയിൽ ചെരുപ്പിൻ്റെ ഇടയിൽ മീശ പതുക്കെ എടുത്ത് അപ്പുറത്തൂടെ ഊരിക്കൊണ്ടു കൊടുത്തു. ഒന്നും അറിയത്തില്ല ഭാസ്കരേട്ടൻ. ആരും പ്രശ്നം ഉണ്ടാക്കേണ്ട, മീശ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എവിടുന്ന് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എടുത്ത് മീശ എടുത്ത് ബ്രഷ് ചെയ്ത് എല്ലാം റെഡിയാക്കി പശ തേച്ച് ഒട്ടിച്ചു. ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്തു. ഷൂട്ടിങ് തുടങ്ങി. ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും റഷീദ് എത്തി. ഒരു പെട്ടി മീശയായിട്ട്. അതിൽ നിന്ന് കുറേ മീശകൾ നോക്കിയിട്ട് അതിൽ നിന്ന് ഈ മീശയായിട്ട് സാമ്യമുള്ള 5 മീശ എന്തോ റഷീദ് കൊടുത്തു ഭാസ്കരേട്ടന്. എത്ര രൂപ എന്ന് വെച്ചാൽ പൈസ ഒന്നും വേണ്ട എന്ന് കൊടുത്തു. അപ്പം നമുക്ക് കേൾക്കണോ, നിനക്ക് വർക്കില്ല വീട്ടിൽ ഇരിക്കില്ല, നിനക്ക് കൂടെ ഇത് അസിസ്റ്റ് ചെയ്തുകൂടായിരുന്നോ? ഭാസ്കരേട്ടൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കാമായിരുന്നില്ലേ? എൻ്റെ മീശ ഒട്ടിക്കാൻ മാത്രമായിട്ട് നിനക്ക് നിൽക്കാമായിരുന്നല്ലോ, നീ എന്താ വരാത്തതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. റഷീദ് മറുപടി പറയുന്നില്ല. കാരണം റഷീദ് അപ്പോൾ പറയുകയാണ്, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ഭാസ്കരേട്ടൻ എന്നെ കൊണ്ടുവരാത്തതാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഭാസ്കരേട്ടനെ ഗെറ്റൗട്ട് അടിക്കും മമ്മൂട്ടി. അതുകൊണ്ട് റഷീദ് മിണ്ടിയില്ല. ജേസി സാർ പറഞ്ഞു, റഷീദും കൂടെ ഇവിടെ സഹകരിക്കും. ഇല്ല സാർ, എനിക്ക് പോകണം, എനിക്ക് വേറെ വർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 5 മീശ ഫ്രീ ആയിട്ട് ഭാസ്കരേട്ടനെ കൊടുത്തിട്ട് റഷീദ് പോയി. അങ്ങനെ പുറപ്പാട് എന്ന് പറഞ്ഞ പടത്തെക്കുറിച്ച് ആലോചിക്കുകയോ ഭാസ്കരേട്ടനെക്കുറിച്ച് ആലോചിക്കുകയോ ചെയ്താൽ എനിക്ക് ഈ മീശ ഓർമ്മ വരും. കാലിൻ്റെ അടിയിൽ ചെരുപ്പിലൊട്ടിച്ച് വെച്ചിരുന്ന മീശയെ. അങ്ങനെ ഒരു മീശ കഥ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ കഴിഞ്ഞതിൽ, ഇപ്പോൾ അത് ഓർത്തതിൽ സന്തോഷം തോന്നുന്നു. മീശ കഥ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.